നമസ്തേ. കുറച്ചു കാലം മുമ്പ് ഞാനൊരു യാഗം കാണാൻ പോവുകയുണ്ടായി. അന്ന് യാഗത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പഴയ കാലത്തെ യാഗങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നതായിട്ടുള്ള യാഗങ്ങളൊന്നുമില്ല. രാജ്യത്താണെങ്കിൽ കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിടത്തും നടക്കുന്നില്ല. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ആ യാഗത്തിൻ്റെ സ്വഭാവം, സ്വരൂപം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, യാഗം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു കൃഷ്ണമൃഗത്തിനെ വേട്ടയാടി പിടിക്കുക. അതിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക. അവിടെ ആരംഭിക്കുന്നു ഹിംസ. പിന്നീട് അതിൻ്റെ അവയവങ്ങളൊന്നും കളയാതെ മാംസവും എല്ലുമൊക്കെ വേറെയാക്കി ആ തോല് ശുദ്ധീകരിച്ചെടുക്കും. കയ്യ് കാല് ഒക്കെ ഉണ്ടാവും അതിന്. ആ തോലിൽ ഇരുന്നിട്ടാണ് പ്രധാന കർമ്മി, യജമാനൻ, ക്രിയകളൊക്കെ അനുഷ്ഠിക്കുക. അതിപ്പോഴും അങ്ങനെയാണ് കണ്ടേക്കണത്. പിന്നെ പ്രധാനമായ ഒന്നാണ് ഹോമകുണ്ഡം. ആ ഹോമകുണ്ഡം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഒരു വലിയ കുഴി കുത്തുക, അതിൽ ഒരാളെ ജീവനോടെ നിർത്തും, കുറേ മത്സ്യങ്ങളും ഇടും, എന്നിട്ട് മണ്ണിട്ടൊക്കെ മൂടും. അവിടെയാണ് ഹോമകുണ്ഡം. അവിടെയും ഹിംസ തന്നെ. ആ ഹോമകുണ്ഡം തയ്യാറാക്കുന്ന സ്ഥലത്ത് വേറൊരു കർമ്മമുണ്ട്, മണ്ടൂകപ്ലുതി എന്നാണ് പറയുക. മണ്ടൂകം എന്ന് വെച്ചാൽ തവള, പ്ലുതി എന്ന് വെച്ചാൽ ചാട്ടം. എങ്ങനെയാണ് തവളയെ ചാടിക്കുന്നത്? ആ തവളയുടെ, അതായത് ജീവനുള്ളതാണ്, അതിൻ്റെ ഒരു കാലിൽ ഒരു ചരട് കെട്ടും, മറ്റേ അറ്റം ഒരു വടിയിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ്ട് ചാട്ട പോലെ വരും. എന്നിട്ട് അത് കുടയാണ്, അങ്ങനെ ചാട്ട കൊണ്ട് അടിക്കുന്ന പോലെ. അപ്പോൾ ഈ തവള ആ കുണ്ടം കുത്തേണ്ട സ്ഥലത്ത് ചെന്നിങ്ങനെ വീഴും, അല്ലെങ്കിൽ ചാടും എന്ന് പറയാം. അത് എത്ര തവണ വേണമെന്ന് നിയമമുണ്ട്, അതിനൊക്കെ മന്ത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞാലാണ് കുണ്ടം കുത്തുക. അപ്പോൾ അവിടെയും പീഡനം തന്നെയാണ് നടക്കുന്നത്. പലതരത്തിലുണ്ടല്ലോ യാഗങ്ങൾ. അതിൽ സോമയാഗം എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായതാണ്. അതിൽ 4-ാമത്തെ ദിവസം ഒരു പ്രധാന ക്രിയയാണ് പശുവാലംഭം. പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഗത്തിനുള്ള മൃഗം, അതിനെ കൊല്ലാനർത്ഥം. സോമയാഗത്തിൽ ആടാണ്. അപ്പോൾ ആടിനെ കണ്ണും മൂക്കും വായൊക്കെ പൊത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും. അത് കഴിഞ്ഞാൽ ഒരു മന്ത്രജപമൊക്കെ കേൾക്കാം. ആടിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സമയത്ത് അതിൻ്റെ ചില ഭാഗത്തൊക്കെ ചില മുഴകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇടിച്ച് നിരപ്പാക്കും. പിന്നീട് ആ ആടിൻ്റെ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് നിലത്ത് ഒരടിയാണ്. അപ്പോൾ അതിൻ്റെ പള്ള ഭാഗത്ത് ഒരു മുഴ ഇങ്ങനെ ഉയർന്നു വരും. അവിടെ ഒരു കത്തി കൊണ്ട് തുരക്കണം. തുരന്നു കഴിഞ്ഞാൽ ഈ ചക്കയിൽ നിന്നൊക്കെ നമുക്ക് മുളഞ്ഞ് വലിച്ചെടുക്കുന്ന പോലെ
നൂല് പോലെ ഒരു സാധനം വലിച്ചെടുക്കാൻ സാധിക്കും. വപ എന്നാണ് പറയുക. അത് ഒരു കോലിൽ ചുറ്റി വയ്ക്കും. അത് ഹോമിക്കാനുള്ളതാണ്. വപഹോമം യാഗത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ചടങ്ങാണ്. അധിരാത്രം എന്ന് പറഞ്ഞൊരു യാഗമുണ്ട്. അതിൽ 13 ആടുകളെയാണ് ഇതുപോലെ കൊല്ലുക. ആദ്യം ഓരോന്ന് വീതം 2 എണ്ണം, പിന്നെ 11 എണ്ണത്തിന് ഒരുമിച്ച് ഒരു ദിവസം. 11 ദേവന്മാർ വന്ന് നിർവഹിക്കണമെന്നൊക്കെയാണ് സങ്കല്പം. പുണ്യം നേടാനായിട്ട് ഒരു സൽക്കർമ്മം ചെയ്യാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 സോമയാഗങ്ങൾ കൂടി ചേർന്നാണ് രാജസൂയം. അത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ധർമ്മപുത്രരൊക്കെ നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് പുരാണത്തിൽ വായിക്കാൻ സാധിക്കും. മറ്റൊരു വിശേഷപ്പെട്ട യാഗമാണ് അശ്വമേധം. ശ്രീരാമചന്ദ്രസ്വാമി അശ്വമേധം നടത്തിയതായത് നമുക്ക് രാമായണത്തിൽ വായിക്കാൻ സാധിക്കും. അതിന് 609 മൃഗങ്ങൾ വേണം, ആന മുതൽ തേനീച്ച വരെ. അതിൽ 349 എണ്ണത്തിനെ വധിക്കും. ബാക്കിയുള്ളതിനെ യാഗം കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് വിടും. ശിവ എന്നേ പറയാനുള്ളൂ. എത്ര കഷ്ടമായിട്ടുള്ള കാര്യം. ഇതൊക്കെ പുണ്യമായിട്ടാണ്, സൽക്കർമ്മമായിട്ടാണ്, സ്വർഗം നേടാനുള്ള ക്രിയകളൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ഹിംസിച്ചിട്ട് വേണോ നമുക്ക് പുണ്യം നേടാൻ? ഈശ്വരനെ ഭജിക്കുന്നതിന് ലളിതമായിട്ടുള്ള എത്രയോ മാർഗങ്ങളുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് നടന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹിംസാത്മകമായിട്ടുള്ള പല പ്രവൃത്തികളും, ചിലത് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അടങ്ങുന്നതാണ് യാഗത്തിൻ്റെ സ്വരൂപം. അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ഹിംസാത്മകമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നാതിരിക്കട്ടെ. സൽക്കർമ്മം വേറെ എത്രയോ മാർഗങ്ങളിലൂടെ നമുക്ക് ചെയ്യാം. അതിന് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.